നമസ്കാരം. മധ്യേഷ്യയിലെ മരവിപ്പിക്കുന്ന തണുപ്പും അനന്തമായി പരന്നുകിടക്കുന്ന പുൽമേടുകളും സാക്ഷിയാക്കി ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയ ഒരു മഹാപ്രവാഹത്തിന്റെ കഥയാണിത്. കുതിരപ്പുറത്ത് ജനിച്ചു വീഴുകയും കാറ്റിനേക്കാൾ വേഗത്തിൽ യുദ്ധക്കളങ്ങളിൽ പടരുകയും ചെയ്ത ഒരു ജനത തങ്ങളുടെ അജയ്യമായ പോരാട്ട വീര്യം കൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ചരിത്രം. ചെങ്കിസ് ഖാൻ എന്ന ഇതിഹാസ പുരുഷന്റെ ദീർഘവീക്ഷണത്തിലും ഉരുക്കുമുഷ്ടിയിലും ഒന്നിച്ചു ചേർന്ന മംഗോൾ ഗോത്രങ്ങൾ. ചൈനയുടെ വൻമതിൽ മുതൽ യൂറോപ്പിന്റെ അതിരുകൾ വരെ ഭീതിയുടെയും വിജയത്തിന്റെയും കൊടി നാട്ടിയ കഥ. ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക ശക്തിയായി മംഗോളിയൻ സാമ്രാജ്യം വളരുമ്പോൾ ഹിമാലയത്തിനപ്പുറം സമ്പന്നതയിൽ വിളങ്ങി നിന്നിരുന്ന ഭാരതവും അവരുടെ നിഴലിലായി. സിന്ധു നദീതീരത്ത് ആഞ്ഞടിച്ച കുതിരക്കുളമ്പടികൾ മുതൽ പിൽക്കാലത്ത് മുഗളന്മാരായി ഡൽഹി സിംഹാസനത്തിൽ അവരോധിക്കപ്പെട്ടതുവരെയുള്ള മംഗോളിയരുടെ ഈ പടയോട്ടം യുദ്ധതന്ത്രങ്ങളുടെയും അതിജീവനത്തിന്റെയും നയതന്ത്രത്തിന്റെയും സമാനതകളില്ലാത്ത ഒരു വിസ്മയ കഥയാണ്. മധ്യേഷ്യയിലെ കൊടും തണുപ്പും വിശാലമായ പുൽമേടുകളും നിറഞ്ഞ മംഗോളിയൻ പീഠഭൂമിയിൽ നിന്നാണ് ലോക ചരിത്രത്തെ തന്നെ വിറപ്പിച്ച ഒരു മഹാശക്തിയുടെ ഉദയം. ചിതറിക്കിടന്നിരുന്ന, പരസ്പരം പോരടിച്ചിരുന്ന നാടോടികളായ ഗോത്രവർഗങ്ങളെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് തെമുജിൻ എന്ന ബാലൻ ചെങ്കിസ് ഖാൻ എന്ന ലോക വിജയിയായി മാറിയതോടെയാണ് ഈ ഇതിഹാസം ആരംഭിക്കുന്നത്. കുതിരപ്പുറത്ത് ജീവിച്ചു വളർന്ന മംഗോളിയൻ യോദ്ധാക്കൾക്ക് വേഗതയും കൃത്യതയാർന്ന അമ്പെയ്ത്തുമായിരുന്നു പ്രധാന ആയുധം. ഒരു പ്രദേശത്ത് ആക്രമണം നടത്തുന്നതിന് മുമ്പ് അവിടെ ഭീതി പടർത്തുന്ന നയതന്ത്രവും കീഴടങ്ങാത്തവരെ ദയയില്ലാതെ വധിക്കുന്ന രീതിയും അവരെ അജയ്യരാക്കി. ചൈനയുടെ വൻമതിൽ കടന്ന് അവർ നടത്തിയ പടയോട്ടം കിഴക്ക് കൊറിയ മുതൽ പടിഞ്ഞാറ് കിഴക്കൻ യൂറോപ്പ് വരെയും വടക്ക് സൈബീരിയ മുതൽ തെക്ക് വിയറ്റ്നാം വരെയും വ്യാപിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാക്കി മാറ്റി. ഇന്ത്യയിലേക്കുള്ള മംഗോളിയൻ നീക്കങ്ങൾ ആരംഭിക്കുന്നത് ചെങ്കിസ് ഖാന്റെ കാലത്താണ്. ഖ്വാറസ്മിയൻ സാമ്രാജ്യത്തിലെ രാജകുമാരനായ ജലാലുദ്ദീനെ പിന്തുടർന്ന് 1221 ചെങ്കിസ് ഖാൻ സിന്ധു നദീതീരം വരെ അന്നത്തെ ദില്ലി സുൽത്താനായിരുന്ന ഇൽതുമിഷ് അതീവ നയതന്ത്രജ്ഞതയോടെ ജലാലുദ്ദീൻ അഭയം നിഷേധിച്ചതിലൂടെ ഇന്ത്യയെ ആ വലിയ വിപത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷിച്ചു. എന്നാൽ പിൽക്കാലത്ത് ചെങ്കിസ് ഖാന്റെ പിൻഗാമികൾ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ലാഹോറും മുൾട്ടാനും പലതവണ അവരുടെ കുതിരക്കുളമ്പടിയേറ്റ് തകർന്നു. ഭയാനകമായ ഈ മംഗോളിയൻ പടയോട്ടങ്ങളെ തടഞ്ഞു നിർത്തിയത് ദില്ലി സുൽത്താനേറ്റിലെ കരുത്തരായ ഭരണാധികാരികളായിരുന്നു. പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്ത് നടന്ന പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. മംഗോളിയൻ സൈന്യത്തെ തുരത്താൻ ദില്ലിക്ക് ചുറ്റും വലിയ മതിലുകൾ പണിയുകയും സൈന്യത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്തതിലൂടെ ഖിൽജി അവരെ പ്രതിരോധിച്ചു. ഇന്ത്യയിലെ കൊടും ചൂടും പർവ്വത നിരകളും ആനപ്പടയെ ഉപയോഗിച്ചുള്ള സുൽത്താൻമാരുടെ യുദ്ധമുറകളും മംഗോളിയർക്ക് ഇന്ത്യ കീഴടക്കുന്നത് പ്രയാസകരമാക്കി. മംഗോളിയൻ സാമ്രാജ്യം പിന്നീട് വിഘടിക്കപ്പെട്ടെങ്കിലും അവരുടെ ഒരു ശാഖ പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും ശക്തമായി നിലനിന്നു. ഇതിൽ നിന്നാണ് പിൽക്കാലത്ത് തൈമൂർ എന്ന ലോക വിജയി ഉയർന്നു വന്നത്. തൈമൂറിന്റെ പിൻഗാമിയായ ബാബറാണ് യഥാർത്ഥത്തിൽ മംഗോളിയൻ പാരമ്പര്യത്തെ ഇന്ത്യയുടെ മണ്ണിൽ ശാശ്വതമായി പ്രതിഷ്ഠിച്ചത്. മംഗോൾ എന്ന വാക്കിൽ നിന്നാണ് മുഗൾ എന്ന പേരുണ്ടായത് തന്നെ. ബാബറിന്റെ മാതാവ് ചെങ്കിസ് ഖാന്റെ പരമ്പരയിൽ നിന്നുള്ളവളായിരുന്നു. അങ്ങനെ പടയോട്ടങ്ങളിലൂടെ ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച മംഗോളിയർ ഒടുവിൽ മുഗളന്മാരായി ഇവിടെ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ കീഴടക്കിയ ആ നാടോടി യോദ്ധാക്കളുടെ രക്തം ഇന്ത്യയിലെ ചക്രവർത്തിമാരുടെ സിരകളിലും ഒഴുകിയിരുന്നു എന്നത് ചരിത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു വൈരുദ്ധ്യമാണ്. മംഗോളിയൻ സൈന്യത്തെ ലോക ചരിത്രത്തിലെ ഏറ്റവും ഭീതിതരായ പോരാളികളാക്കി മാറ്റിയത് അവരുടെ സമാനതകളില്ലാത്ത യുദ്ധതന്ത്രങ്ങളായിരുന്നു. ഓരോ മംഗോളിയൻ യോദ്ധാവും കുതിരപ്പുറത്ത് ജനിച്ചു വളർന്നവരായിരുന്നു. ഒരേ സമയം 4-5 കുതിരകളെ ഓരോ യോദ്ധാവും കൂടെ കരുതുമായിരുന്നു. ഒരു കുതിര തളരുമ്പോൾ മറ്റൊന്നിലേക്ക് ചാടിക്കയറി വിശ്രമമില്ലാതെ 100 കണക്കിന് മൈലുകൾ താണ്ടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആയുധം കോമ്പോസിറ്റ് വില്ലുകളായിരുന്നു. കുതിരയെ അതിവേഗത്തിൽ പായിക്കുമ്പോൾ തന്നെ കൃത്യതയോടെ അമ്പെയ്യാൻ അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു. ശത്രു സൈന്യത്തെ കണ്ട് ഭയന്നോടുകയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പിൻവാങ്ങുകയും ശത്രുക്കൾ പിന്തുടർന്നു വരുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അമ്പെയ്യുകയും ചെയ്യുന്ന തന്ത്രം അവരെ അജയ്യരാക്കി. ഈ രീതിയിൽ യൂറോപ്പിലെയും ഏഷ്യയിലെയും വലിയ സൈന്യങ്ങളെ അവർ നിഷ്പ്രഭമാക്കി. മംഗോളിയൻ പടയോട്ടം ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായ ഘട്ടം ദില്ലി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കാലമായിരുന്നു. 1297 മുതൽ 1306 വരെയുള്ള കാലയളവിൽ മംഗോളിയർ ദില്ലി ലക്ഷ്യമിട്ട് 6 വമ്പൻ ആക്രമണങ്ങളാണ് നടത്തിയത്. കുത്ലുക് ഖ്വാജയുടെ നേതൃത്വത്തിൽ 2 ലക്ഷത്തോളം വരുന്ന മംഗോളിയൻ സൈന്യം ദില്ലിയുടെ വാതിൽക്കൽ വരെ എത്തിയ സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ ഖിൽജി പതറിയില്ല. മംഗോളിയരുടെ വേഗതയെ പ്രതിരോധിക്കാൻ അദ്ദേഹം സ്കോച്ച്ഡ് എർത്ത് എന്ന തന്ത്രം പയറ്റി. അതായത് ശത്രു സൈന്യം വരുന്ന പാതയിലെ പുല്ലും ഭക്ഷണവും നശിപ്പിക്കുക വഴി അവരുടെ കുതിരകൾക്ക് തീറ്റയില്ലാതെയാക്കി. ദില്ലിക്ക് ചുറ്റും ശക്തമായ കോട്ടകൾ നിർമ്മിക്കുകയും
സൈന്യത്തെ എപ്പോഴും സജ്ജമാക്കി നിർത്തുകയും ചെയ്തു. മംഗോളിയർക്ക് പരിചിതമല്ലാത്ത ഇന്ത്യയിലെ ആനപ്പടയെ ഖിൽജി തന്ത്രപരമായി ഉപയോഗിച്ചു. കൂറ്റൻ ആനകൾക്ക് മുന്നിൽ മംഗോളിയൻ കുതിരകൾ ഭയന്നോടിയത് യുദ്ധഗതി മാറ്റിമറിച്ചു. ഇന്ത്യയിലെ കൊടും ചൂടും മംഗോളിയർക്ക് വലിയ വിനയായി മാറി. മധ്യേഷ്യയിലെ കൊടും തണുപ്പിൽ ജീവിച്ച അവർക്കും അവരുടെ കുതിരകൾക്കും ഇന്ത്യയിലെ ഉഷ്ണകാലം താങ്ങാനായില്ല. ഖിൽജിയുടെ സൈന്യം പിടികൂടിയ മംഗോളിയൻ സൈനികരോട് കാണിച്ച അതിക്രൂരമായ സമീപനങ്ങളും അവരുടെ തലവെട്ടി കോട്ടമതിലുകളിൽ പ്രദർശിപ്പിച്ചതുൾപ്പെടെ മംഗോളിയർക്കിടയിൽ വലിയ ഭീതി പടർത്തി. ചരിത്രത്തിലാദ്യമായി മംഗോളിയൻ പടയോട്ടത്തിന് ഒരു വലിയ തടയിട്ട ഭരണാധികാരി എന്ന പേര് ഇതോടെ അലാവുദ്ദീൻ ഖിൽജിക്ക് സ്വന്തമായി. ഖിൽജിയുടെ ഈ ഉരുക്കു പോലെയുള്ള പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഒരുപക്ഷെ മറ്റൊന്നാകുമായിരുന്നു. ലോകം മുഴുവൻ കീഴടക്കിയ ഖാൻമാരുടെ പടയോട്ടം ദില്ലിയുടെ വാതിൽക്കൽ തട്ടി നിന്നത് ഇന്നും ചരിത്രകാരന്മാർ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ലോകം മുഴുവൻ വിറപ്പിച്ച ആ മഹാസാമ്രാജ്യത്തിന്റെ പതനം ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ തോറ്റതുകൊണ്ടായിരുന്നില്ല, മറിച്ച് അത് ഉള്ളിൽ നിന്ന് തന്നെ ദ്രവിച്ചു തീരുകയായിരുന്നു. ചെങ്കിസ് ഖാൻ എന്ന അതികായൻ മരിച്ചതോടെ അദ്ദേഹം കെട്ടിപ്പടുത്ത സാമ്രാജ്യം അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കും പേരക്കുട്ടികൾക്കുമായി നാലായി വിഭജിക്കപ്പെട്ടു. ഗോൾഡൻ ഹോർഡ് റഷ്യ, ഇൽഖാനേറ്റ് പേർഷ്യ, ചഗതായ് ഖാനേറ്റ് മധ്യേഷ്യ, യുവാൻ രാജവംശം ചൈന എന്നിങ്ങനെ 4 ഭാഗങ്ങളായി മാറിയതോടെ കേന്ദ്രീകൃതമായ പഴയ ശക്തി ഇല്ലാതായി. സഹോദരന്മാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും ആഭ്യന്തര യുദ്ധങ്ങളും മംഗോളിയൻ ഐക്യത്തിന്റെ നട്ടെല്ലൊടിച്ചു. കാലക്രമേണ മംഗോളിയൻ ഭരണാധികാരികൾ അവർ കീഴടക്കിയ നാടുകളിലെ സംസ്കാരങ്ങളിൽ ലയിച്ചു ചേർന്നു. പേർഷ്യയിലെയും മധ്യേഷ്യയിലെയും മംഗോളിയർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ചൈനയിലെ മംഗോളിയർ ബുദ്ധമതത്തിലേക്കും അവിടുത്തെ പ്രാദേശിക ആചാരങ്ങളിലേക്കും മാറി. ഇതവരുടെ തനതായ നാടോടി പോരാളി എന്ന സ്വത്വത്തെ ഇല്ലാതാക്കി മാറ്റി. ഇതിനിടയിലാണ് കറുത്ത മരണം അഥവാ പ്ലേഗ് രോഗം ലോകമെമ്പാടും പടർന്നു പിടിച്ചത്. മംഗോളിയർ തുറന്നിട്ട വ്യാപാര പാതകളിലൂടെ ഈ മാരക രോഗം അതിവേഗം സഞ്ചരിക്കുകയും ലക്ഷക്കണക്കിന് മംഗോളിയൻ സൈനികരെയും ജനങ്ങളെയും കൊന്നൊടുക്കുകയും ചെയ്തു. ഇത് സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സൈനിക ശേഷിയും പൂർണ്ണമായും തകർത്തു. അവസാന തിരിച്ചടിയായത് കീഴടക്കപ്പെട്ട ജനതകളുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ചൈനയിൽ മിങ് രാജവംശവും റഷ്യയിൽ മോസ്കോ കേന്ദ്രീകരിച്ചുള്ള മംഗോളിയൻ ശക്തികൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകി. കുതിരപ്പടയെ നേരിടാൻ തോക്കുകളും പീരങ്കികളും കണ്ടുപിടിക്കപ്പെട്ടതോടെ മംഗോളിയരുടെ പരമ്പരാഗത യുദ്ധമുറകൾ ഫലിക്കാതെയായി. 14-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലോകത്തെ വിറപ്പിച്ച മഹാസാമ്രാജ്യം ചരിത്രത്തിന്റെ താളുകളിലേക്ക് പിൻവാങ്ങി. എങ്കിലും അവർ ബാക്കിവെച്ച നയതന്ത്രവും വ്യാപാരപാതകളും ആധുനിക ലോകത്തിന്റെ രൂപീകരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഇതാണ് ലോക ചരിത്രത്തെ വിറപ്പിച്ച മംഗോളിയൻ സാമ്രാജ്യത്തിന്റെ കഥ. ഈ കഥ ഇഷ്ടമായെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം രസകരമായ ചരിത്ര വസ്തുതകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.